ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് ഞാൻ കാണിക്കുന്ന നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സമയമില്ലാത്ത നേരത്തൊക്കെ ഒരു 5 മിനിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. ഇതിൽ പരിപ്പ് വേവിച്ച് വയ്ക്കുക, പുളി വയ്ക്കുക, അങ്ങനത്തെ ഒന്നും വേണ്ട. ഒരു പൊടിയാണ് കേട്ടോ, പ്രീമിക്സ് എന്നാണ് ഇതിന് പറയുക. ഈ ഒരു പൊടി കലക്കി വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി സാമ്പാർ റെഡിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ലൊരു ടിപ്പുമാണ്. എല്ലാവരും കണ്ടു നോക്ക്. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ദാ ഈ ഒരു സാമ്പാർ പ്രീമിക്സിന്റെ പൊടി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് തോരപ്പരിപ്പാണ്. നമ്മളെ സാമ്പാർ പരിപ്പ്, സാമ്പാറിനും അതുപോലെ തന്നെ രസത്തിനൊക്കെ എടുക്കുന്ന ആ പരിപ്പ്, അത് ഒരു കപ്പാണ് എടുത്തത്. ഇത് മസൂർ ദാൽ എന്ന് പറഞ്ഞിട്ടുള്ള ചുവന്ന പരിപ്പ്, അത് ഒരു അര കപ്പ് കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് പച്ചരി, വൈറ്റ് റൈസ് എടുക്കുക. പച്ചരി ഏതെങ്കിലും, അല്ലെങ്കിൽ ബസ്മതി ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ പച്ചരി ആയാലും പ്രശ്നമില്ല. ഇനി മൂന്നും കൂടെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക കേട്ടോ. ഇത് കഴുകി ഉണക്കിയിട്ട് ഉപയോഗിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ തുടച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ചെറിയ തീയിലിട്ടിട്ട് ചെയ്യണം. ഇപ്പോൾ അത് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ സെയിം പാനിൽ തന്നെ ഇനി അടുത്ത വറുക്കാനുള്ളത് മല്ലിയാണ് കേട്ടോ, പച്ചമല്ലിയാണ്. അതൊരു അരക്കപ്പാണ് ഞാൻ എടുത്തത്. അരക്കപ്പ് പച്ചമല്ലി. പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ്, ഒരു 2 ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ വേണ്ടത് ഉലുവാണ്, 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് കുരുമുളകാണ്, അതും 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് ഗ്രാമ്പൂ, ഒരു 10 എണ്ണമാണ് ഞാൻ എടുത്തത്, നമ്മളെ ഗ്രാമ്പൂ. ഇത്രയും സാധനങ്ങൾ ചേർത്തതിന് ശേഷം പുളിയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് പുളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം തന്നെ പുളി വേണം കേട്ടോ. കാരണം അത് നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് വേറെ പുളി ചേർക്കേണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ പുളി എടുക്കുക. ഞാനിത് 1/4 കപ്പ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള പുളിയാണ്. അതുകൊണ്ടാണ്. എല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വരെ എടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് വഴറ്റിയതിൻ്റെ ശേഷം ഞാനിത് അതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 10 മുതൽ 15 വരെ ചേർക്കാം. ഞാനൊരു 10 എണ്ണം എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറിയ തീയിൽ ചെയ്യണം എല്ലാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കരിവേപ്പില വേണം. അതൊരു 1/4 കപ്പാണ് ഞാൻ എടുത്തത് കേട്ടോ. കുത്തി നിറച്ച് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ഒരു 1/4 കപ്പ് തേങ്ങ ആണ്. തേങ്ങ എന്ന് പറയുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്, ഡ്രൈ ആയിട്ടുള്ളത്. നിങ്ങൾ ഫ്രഷ് തേങ്ങ ആണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് ഒരു പാനിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ വെള്ളം പോക്കിയതിൻ്റെ ശേഷം ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങ അതേപോലെ തന്നെ ഇനി ഞാൻ പറയാൻ പോണ ഒരു ടിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ ഒരു തേങ്ങയും നല്ല ജീരകവും, ഈ 2 സാധനം നിങ്ങൾ ഈ ഒരു മലബാർ ടൈപ്പിലുള്ള തേങ്ങ വറുത്തരച്ച സാമ്പാറിനാണെങ്കിൽ മാത്രമാണ് ഈ 2 സാധനവും ചേർക്കാവൂ. അല്ലാണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സാമ്പാറാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ ഈ ഒരു 2 സാധനം ഒഴിവാക്കണം കേട്ടോ. തേങ്ങയും ചേർക്കണ്ട, ചെറിയ ജീരകവും ചേർക്കണ്ട. ഇതിപ്പോൾ ഞാൻ നമ്മളെ മലബാർ സൈഡിലുള്ള കോഴിക്കോട് ഭാഗത്തേക്കുള്ള തേങ്ങ വറുത്തരച്ച സാമ്പാറിനാണ് ഞാൻ ഈ ഒരു പ്രീമിക്സ് ഉണ്ടാക്കി വെക്കൽ. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് വറുത്ത് ചൂടാറിയിട്ടുണ്ട്. എത്രത്തോളം വറുക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പുളിയും മുളകും എല്ലാം നമ്മൾ തൊട്ടാൽ ഇങ്ങനെ പൊടിഞ്ഞ് വരണം കേട്ടോ. അത്രയും നന്നായിട്ട് വറുത്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് കേടായിപ്പോവും. ഇപ്പോൾ ഈ പുളിയൊക്കെ ഞാൻ കാണിച്ചത് കണ്ടില്ല, നല്ല ഒരു ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. ഈ ഒരു രീതിയിൽ വറുത്തെടുക്കണം കേട്ടോ. കരിഞ്ഞു പോകാനും പാടില്ല, എന്നാൽ നന്നായിട്ട് വറുത്തെടുക്കുകയും വേണം. എന്നിട്ട് ചൂടാറിയതിൻ്റെ ശേഷം നമ്മളത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാനത് പൊടിച്ചെടുക്കാൻ പോവാണ്. അതിൻ്റെ മുന്നേ ഞാൻ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഒരു 2 ടീസ്പൂണാണ് ചേർത്തത്. ഈ ഒരു പൊടി കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഉപ്പ് ചേർത്തത്. പിന്നെ വേണ്ടിയ കുറച്ച് ശർക്കരയാണ്, ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കട്ടെ. പൊടിച്ച് നല്ല ഫൈൻ പൗഡറായിട്ട് കൊണ്ടുവരണം കേട്ടോ. നമ്മൾ എത്ര ഫൈൻ ആക്കി എന്ന് പറഞ്ഞാലും ഒന്ന് അരിച്ചെടുക്കണേ. ഒരു അരിപ്പയെ കൂടി നമ്മളിത് നന്നായിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് അതിൽ ബാക്കി വരുന്ന തരി ഉണ്ടാവില്ല, അത് അടുത്ത ട്രിപ്പിൽ നമ്മൾ അരക്കണ സമയത്ത് അതും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അങ്ങനെ ഈ ഒരു പൊടി നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്ന വരെ നമ്മളത് അരിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, ഇത്രയും തരി വേസ്റ്റ് ആയിട്ടുണ്ട്. അതിന് നമ്മൾ മാറ്റി പിന്നെ അത് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ബാക്കിയുള്ളതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത്, നേരത്തെ നമ്മൾ ഉപ്പും ശർക്കരയാണ് ആദ്യത്തെ ട്രിപ്പിൽ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിൽ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഒരു 1.5 ടീസ്പൂണോളം നിറച്ച് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്, അത് 1 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് കേട്ടോ. ഞാനിവിടെ കുറച്ച് അധികം തന്നെ പൊടി ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും അളവ് പറയുന്നത്. 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും ചേർത്ത് ഇപ്പോൾ അത് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ അരിച്ചെടുത്തതാണ് കേട്ടത്. അപ്പോൾ 2 ബാച്ചും ഞാൻ മാക്സിമം പൊടിച്ച് കൊണ്ടുവന്നതാണ്, അരിച്ചെടുത്തതാണ്. ആ ഒരു തരിയൊക്കെ തീരുന്നവരെ നമ്മൾ പൊടിച്ചെടുക്കണം. ഇനി ഇത് ആദ്യത്തെ ബാച്ചും 2ാമത്തെ ബാച്ചൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ 2 പ്രാവശ്യമായിട്ട് പൊടിച്ചതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പൊടിയിൽ ഒരു 6 മാസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പറ്റും. അത് പുറത്തല്ല വെക്കൽ, ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ഒരു 6 മാസം വരെ ഇത് ഉപയോഗിക്കുക. ഇനി ഈ ഒരു പൗഡർ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു പാൻ വെച്ചെടുത്തിന് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം ഒരു 1/2 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിക്കുക. അതിന് ശേഷം നിങ്ങളടുത്ത് ഏത് വെജിറ്റബിൾ ആണോ ഉള്ളത്, അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ആയാൽ പോലും നമുക്ക് സാമ്പാർ ഉണ്ടാക്കട്ടെ. സാമ്പാറിന് അങ്ങനെ ഇന്ന പീസ് വേണമെന്നില്ല. ഞാനിവിടെ മത്തനും ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും എടുത്തിട്ട് അത് 3ഉം കഴുകി കൊണ്ടുവന്നതിന് ശേഷം ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരു 10 സെക്കൻഡൊക്കെ മതി കേട്ടോ. ഒന്നിങ്ങനെ വയന്ന് വന്നാൽ മതി, ജസ്റ്റ് ഒന്നിങ്ങനെ വാടിയാൽ മതി. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഉള്ളി, പച്ചമുളക്, തക്കാളി ഇത്രയും സാധനമാണ് എടുത്തത്. ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ എല്ലാം ഓരോ മീഡിയം സൈസ് ഉള്ളതാണ് എടുത്തത്. 2-3 പച്ചമുളകും അതും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. 1 മിനിറ്റ് നേരം അതൊന്ന് അടച്ച് വെക്കാം കേട്ടോ.
അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് അടഞ്ഞ് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു പൗഡർ ഇല്ല നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാമ്പാർ പ്രീമിക്സ് അതൊരു 2 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾ നോക്കണം, ആകെ 2 ടേബിൾ സ്പൂണേ ഇതിന് ആവശ്യമുള്ളൂ. ഞാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു 2 ടേബിൾ സ്പൂൺ പൗഡർ എടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. തിളച്ച നല്ല അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ആ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പൊടി നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. നമ്മൾ വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് ഈ പൊടി നല്ല കട്ടിയിലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു സാമ്പാറിലേക്ക് വേറെ പരിപ്പ് ഒന്നും ചേർക്കേണ്ട, ഇത് മാത്രം മതി. ഇത് നല്ല കട്ടിയുള്ള സാധനമാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. അപ്പോൾ ഇത് നല്ല ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചുകൊണ്ട് കൈ പൊള്ളുന്നുണ്ട് പാത്രം നമ്മൾ അടിയിൽ വെച്ചിട്ട് കേട്ടോ. നല്ല ചൂടുവെള്ളമല്ലേ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അടിയിലേക്ക് ഒരു പ്ലേറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പ്ലേറ്റ് പിടിച്ചാൽ മതിയല്ലോ. എന്നിട്ട് ഇത് നന്നായിട്ട് കട്ടയില്ലാണ്ട് ഒന്ന് ഇളക്കിയെടുക്കുക. വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ, ഇത് നല്ല കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതാ നമ്മളെ പ്രീമിക്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തുറന്ന് നോക്കുക. ഇപ്പോൾ അതാ ഒരു മിനിറ്റ് നേരം ഇതൊന്ന് ഞാൻ ആ ഒരു എണ്ണയിൽ കിടന്നൊന്ന് വയറ്റിയെടുത്തതാണ്. ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല കേട്ടോ, അത്രയാ ഞാൻ വെച്ചിട്ടുള്ളൂ. ഒരു മിനിറ്റ് തന്നെ ആയിട്ടില്ല. ഒന്ന് വാടി വരട്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഒന്ന് വാടി വന്ന് ഇനി എല്ലാം ഉരുളക്കിഴങ്ങൊക്കെ ഒന്നും കൂടെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 1-2 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ആ ഒരു പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് വേവും, എന്നാലും ഒരു 2 മിനിറ്റ്. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂണാണ് ചേർത്ത്, എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ അത് 2 മിനിറ്റിന് ശേഷമാണ് ഞാനിത് തുറന്നത്. അപ്പോൾ നമ്മളെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു പാകം മതി. നിങ്ങൾ ഉരുളക്കിഴങ്ങ് എടുത്തൊന്ന് മുറിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു പ്രീമിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. നിങ്ങൾ പറയുമ്പം ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഒരു പണിയുമില്ല. ആദ്യം വെളിച്ചെണ്ണയിലൊന്ന് കടുക് പൊട്ടിക്കുക, അതിലേക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കുക. നിങ്ങൾ വാട്ടണമെന്ന് പോലുമില്ല, പച്ചക്കറി ഇട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതി, അടച്ച് വെച്ചിട്ട്. എല്ലാം നിങ്ങൾ കുക്കറിലൊക്കെ വെക്കുകയാണെങ്കിൽ അങ്ങനെയും വെക്കുക എളുപ്പത്തിൽ കേട്ടോ. അതിന് ശേഷം നമ്മൾ ആ പൗഡർ കലക്കി ഒഴിക്കുന്നതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആ പാത്രം കഴുകി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കട്ടോ. ഇതിലേക്ക് എക്സ്ട്രാ പുളിയോ പരിപ്പോ ഒന്നും തന്നെ വേണ്ട, ഇത് മാത്രം മതി. പിന്നെ ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ കൂടെ ചേർത്താണ്. പിന്നെ ഇതാ ഇത് നമ്മൾ എത്രയും വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിക്കാണ് ഈ ഒരു സാമ്പാറുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതാ പറഞ്ഞത്, നമ്മൾ ഈ ഒരു 2 ടേബിൾ സ്പൂൺ പൊടി മതി. അതിൽ തന്നെ നല്ല കട്ടിയുള്ള നല്ല അടിപൊളി സാമ്പാറായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. ഈ ഒരു ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലിപ്പോൾ ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കണേ, അപ്പോഴാണ് ആ ഒരു സാമ്പാർ കംപ്ലീറ്റ് ആവുക. അപ്പോൾ മല്ലിച്ചപ്പ് ഇട്ട് ഇളക്കിന്. ഇനി നിങ്ങൾക്ക് ഈ ഒരു വറുത്തരച്ച സാമ്പാറിൻ്റെ സ്റ്റൈലല്ല വേണ്ടിയ, സാധാരണ സാമ്പാറാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ തേങ്ങ ഇടണ്ട, അതുപോലെ തന്നെ നല്ല ജീരകം ഇടണ്ട. ബാക്കിയെല്ലാം ഇതേപോലെ ചെയ്ത് വെച്ച് പൗഡറാക്കി വെച്ചാൽ ഇതേപോലെ തന്നെ പ്രീമിക്സ് റെഡിയാണ് കേട്ടോ. ഇത് ഞാൻ ഈ ഒരു മലബാർ സ്റ്റൈലിലേക്കുള്ള ഒരു വറുത്തരച്ച സാമ്പാറിനാണ് ഇങ്ങനെ ആക്കി വെക്കൽ. അപ്പോൾ നമ്മൾ അടിപൊളി സാമ്പാർ റെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തിരക്കുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ ഹോസ്റ്റലിൽ പോകുന്ന ആൾക്കാർ, അതുപോലെ എന്താ പറയുക ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു പൗഡറാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.